ഇന്നത്തെ ഈ വീഡിയോ സൈനിക് സ്കൂളിനെ കുറിച്ചാണ്. സൈനിക് സ്കൂള് എന്താണ്, അതിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ്, എഴുത്ത് പരീക്ഷ എങ്ങനെയൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ബ്ലാക്ക് ബോർഡ് ട്യൂഷൻസിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൈനിക് സ്കൂള് സൈന്യത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ സൈനിക് സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ സൈനിക് സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങിയത്. 1964 സൈനിക് സ്കൂൾ തുടങ്ങിയത്, 1964. ഇവിടെ 2 ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ വരുന്നത്. 5 പഠിക്കുന്ന കുട്ടിക്ക് 6ാം ക്ലാസ്സിലേക്കും, പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 9ാം ക്ലാസ്സിലേക്കും. ഒരു എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ ആകെ 26 സൈനിക സ്കൂളുകളാണുള്ളത്. ഇന്ത്യയിൽ മൊത്തം കേരളത്തിൽ ഒരൊറ്റ സൈനിക സ്കൂൾ മാത്രമേ ഉള്ളൂ. അത് കഴക്കൂട്ടത്താണ് ആ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ സൈനിക സ്കൂളിലേക്ക് 60 സ്റ്റുഡൻസിന് സീറ്റുള്ളൂ 6ാം ക്ലാസ്സിലേക്ക്. അപ്പം അഡ്മിഷൻ അത്രമാത്രം കട്ടിയായിരിക്കും. അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ അതുപോലെ കട്ടിയായിരിക്കും. അത് പാസ്സാകുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. 6ാം സ്റ്റാൻഡേർഡിലേക്ക് 60 സീറ്റ്, പിന്നെ 9ാം സ്റ്റാൻഡേർഡിലേക്ക് ഒരു എഴുത്ത് പരീക്ഷ നടക്കുന്നുണ്ട്. 10-15 വരെ സീറ്റുകളാണ് 9ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് ഉള്ള സീറ്റുകൾ. പിന്നെ ആപ്ലിക്കേഷൻ നൽകേണ്ട രീതി ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നൽകേണ്ടത്. ഈ ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ വിളിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അത് ന്യൂസ് പേപ്പറിൽ അതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടാവും. നെറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് സ്കൂളിൽ കൊണ്ട് ഒപ്പിടിച്ച് ഓൺലൈനിൽ കൂടെ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഒക്ടോബറിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും അഡ്മിറ്റ് കാർഡ് കിട്ടും. ജനുവരിയിലാണ് എഴുത്ത് പരീക്ഷ. മിക്കവാറും ജനുവരി 2ാമത്തെ ആഴ്ചയിലായിരിക്കും എഴുത്ത് പരീക്ഷ. അപ്പോൾ എഴുത്ത് പരീക്ഷയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ, 4-5 ഉത്തരങ്ങൾ കാണും. അതിൽ കറക്റ്റായിട്ട് ഉത്തരത്തിൻ്റെ ഓപ്ഷൻ വേണം എടുത്തെഴുതാൻ. മാത്തമാറ്റിക്സ് 150 മാർക്കിലാണ് മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങളുള്ളത്. GK ഉണ്ട്. GKയിൽ സോഷ്യൽ സയൻസും ജനറൽ സയൻസ്, അതായത് സോഷ്യൽ സയൻസും ജനറൽ സയൻസും കാണും. പിന്നെ കറൻറ്റ് GKയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം. അങ്ങനെ 50 മാർക്കിനാണ് GK. ലാംഗ്വേജ് ടെസ്റ്റ്, ലാംഗ്വേജിന് 50 മാർക്ക്. പിന്നെ അതുകൂടാതെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ഇൻ്റലിജൻസ് ടെസ്റ്റിൽ കുട്ടിയുടെ ബുദ്ധിശക്തി പരിശോധിക്കാനാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതിനും 50 മാർക്ക്. അങ്ങനെ ആകെ 300ലാണ് ഈ എഴുത്ത് പരീക്ഷയ്ക്ക് മാർക്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും ഈ സ്കൂളിലേക്ക് പ്രവേശനമുണ്ട്. സൈനിക് സ്കൂളിലേക്ക് പെൺകുട്ടികൾക്കും പ്രവേശനം ഉണ്ടാകും. എഴുത്ത് പരീക്ഷയിലെ വിജയികളാകുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജിലാണ് ഇൻ്റർവ്യൂ, ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ. പിന്നെ സൈനിക് സ്കൂളിൽ ഫീസുണ്ട്. ഒരു വർഷം ഒരു കുട്ടിക്ക് 1,70,000 രൂപ ഫീസാകും. ഇത് കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ ഫീസ് അടയ്ക്കണം. പിന്നെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഉണ്ടാകും. അത് രക്ഷിതാവിൻ്റെ വരുമാനം അനുസരിച്ച് സ്കോളർഷിപ്പ് ഒരു സ്കോളർഷിപ്പ് വേരി ചെയ്തിരിക്കും. 21,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടും. ക്ലാസ് സാധാരണ ഉള്ള ക്ലാസ് പോലെ തന്നെ ജൂൺ മുതൽ മാർച്ച് വരെയാണ്. ജൂണിൽ തുടങ്ങി മാർച്ചിൽ 31 അവസാനിക്കുന്ന രീതിയിലാണ് ക്ലാസ്. ഇതിനിടയിൽ ഒരു 75 ദിവസത്തോളം ഹോളിഡേയ്സും ഉണ്ട്. ഓണത്തിന് 15 ദിവസം, ക്രിസ്മസിന് 15 ദിവസം, അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ 45 ദിവസമുണ്ട്. പിന്നെ ഇവിടുത്തെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 5:15 അവിടെ ദിവസം ആരംഭിക്കുന്നത്. 5:15 മുതൽ രാവിലെ 6 മണി വരെ PT ആണ്. അത് കഴിഞ്ഞ് പിന്നെ 8 മണി വരെ കുട്ടികൾ റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. 8 മുതൽ 1:30 വരെ 40 മിനിറ്റുള്ള 7 പീരീഡുകളിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ സമഗ്ര വികസനമാണ് ഇവിടെ. അക്കാഡമിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും എല്ലാ കഴിവും വികസിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ ഗെയിംസ് ഉണ്ട്. ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഗെയിമിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം നിർബന്ധമാണ്. പിന്നെ നീന്തൽ പരിശീലനമുണ്ട്.
അപ്പം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രത്യേക ക്ലാസ്സും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളൊരു വിദ്യാലയമാണ് സൈനിക സ്കൂൾ. അപ്പോൾ സൈനിക സ്കൂളിലേക്ക് ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കോച്ചിങ് പ്രത്യേകം നടക്കുന്നുണ്ട്. അത് ആ കോച്ചിങ് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാൽ വിജയം ഉറപ്പായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സൈനിക സ്കൂളിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.